കീം 2025 നോട്ടിഫിക്കേഷൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം കീം എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൃത്യതയുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രശസ്ത കരിയർ ഗൈഡൻസ് എക്സ്പേർട്ട് ജോബി സെബാസ്റ്റ്യൻ സാറും അതുപോലെ തന്നെ ബ്രില്യന്റിലെ ജെയ് ജെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകളുടെ കോർഡിനേറ്ററും ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ബിനോയ് സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, സർ ശരിക്കും എന്താണ് കീം 2025? ഏതൊക്കെ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം? കീം 2025 എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് അവരെ ഒരു 4-5 കാറ്റഗറിയിലേക്ക് തിരിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് തന്നെ പറയാം. ഏറ്റവും ഡിമാൻഡിങ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. അതെ, ഡിമാൻഡിങ് എന്നുള്ളതല്ല, എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് നമുക്കൊരു പരീക്ഷ കുട്ടികൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സ്ട്രീമിന് വേണ്ടിയാണല്ലോ. അപ്പൊ ഒന്നാമത്തെ എഞ്ചിനീയറിംഗ്. അപ്പൊ എഞ്ചിനീയറിംഗിന് കേരളത്തിൽ എവിടെങ്കിലും അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, അത് സെമി ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കേരളത്തിൽ കിട്ടണമെങ്കിൽ കീമിന് അപ്ലൈ ചെയ്യണം. കീമിന്റെ പേപ്പർ 1, പേപ്പർ 2, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 ഉൾപ്പെടുന്ന ഈ പേപ്പർ 1, പേപ്പർ 2 എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കണം. അപ്പൊ അത് ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് പറയാം. രണ്ടാമത് ബി ഫാം പറയാം. കാരണം അത് ബി ഫാം രണ്ടാമത് പറയാൻ കാരണം ബി ഫാമിനും എക്സാം എഴുതണം. ഫിസിക്സും കെമിസ്ട്രിയാണ്. ഫിസിക്സും കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി പഠിച്ചിരിക്കണം +2. സമയം എഞ്ചിനീയറിംഗിന് കമ്പൽസറി പറയുന്നത് ഫിസിക്സും മാത്സേ ഉള്ളൂ. അത് രണ്ടേ കമ്പൽസറി പറയുന്നുള്ളൂ. ആ സമയം അത് ബി ഫാമിലേക്ക് വരുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കമ്പൽസറി പറഞ്ഞിട്ട് മാത്സ് ഓർ ബയോളജിയോ ബയോടെക്നോളജിയോ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ബി ഫാമിന് ഒരു പരീക്ഷ ഉണ്ടാവും. ഇത്തവണ ബി ഫാമിന് സെപ്പറേറ്റ് എക്സാം ആണെന്നൊരു പ്രത്യേകതയുണ്ട്. ബി ഫാമിന് നമുക്കറിയാം കെമിസ്ട്രിക്കാണ് വെയിറ്റേജ് കൂടുതൽ, എഞ്ചിനീയറിംഗിന് ഫിസിക്സിന് വെയിറ്റേജ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് 45 ക്വസ്റ്റിനും 30 ക്വസ്റ്റിനും വരും. ബി ഫാം വരുമ്പോൾ നേരെ തിരിച്ചാണ്, കെമിസ്ട്രിക്ക് 45 ക്വസ്റ്റിനും 30 ക്വസ്റ്റിനും വരും. അപ്പൊ അത് നമുക്ക് രണ്ടാമത് ബി ഫാം പറയാം. ഇനിയുള്ള 2 പരീക്ഷ ഇല്ല, കേരളത്തിൽ പരീക്ഷ എഴുതണ്ട, പക്ഷേ മറ്റു ചില പരീക്ഷകൾ എഴുതണം. കീമിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള 2 ഒന്നാമതായിട്ട് തന്നെ നമുക്ക് മെഡിക്കൽ ആൻഡ് അലൈഡ് മെഡിക്കൽ കോഴ്സസ്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് MBBS-ഉം BDS-ഉം ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള അലൈഡ് പ്രോഗ്രാംസ് എല്ലാം, വെറ്റിനറി വരുന്നുണ്ട്, അഗ്രികൾച്ചർ വരുന്നുണ്ട്, ഫിഷറീസ്, ഹോമിയോ, BSMS, BUMS, BHMS, BAMS എല്ലാ പ്രോഗ്രാമും, ഫോറസ്ട്രി, ഫിഷറീസ് ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഏത് പ്രോഗ്രാമിനും കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും കീമിൽ രജിസ്റ്റർ ചെയ്യണം. പക്ഷെ എഴുതേണ്ട പരീക്ഷ നീറ്റ് 2025 എഴുതുന്ന കുട്ടികൾക്കാണ്. നാലാമത്തേത് നമുക്ക് BR പ്രോഗ്രാം, ആർക്കിടെക്ചർ പ്രോഗ്രാം, 5 വർഷത്തെ BR പ്രോഗ്രാം. കേരളത്തിൽ എവിടെങ്കിലും പഠിക്കണമെങ്കിൽ നാറ്റ എക്സാം 2025 എഴുതണം. അത് ജൂൺ 30 മുമ്പ് അതിന്റെ റിസൾട്ടും എല്ലാം വരാവുന്ന നാറ്റയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതാണ്. അപ്പൊ അത് പരീക്ഷ എഴുതണം. പിന്നെ ഈ പറഞ്ഞ കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യണം. അപ്പൊ ഇതിനകത്ത് എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ +2 മാർക്കും +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ മാർക്ക് കൂടെ ആഡ് ചെയ്യും. ആ സമയം ആർക്കിടെക്ചറിന് നാറ്റ +2 മാർക്ക് കൂടെ എടുക്കും. സാർ, ഈ +2 മാർക്ക് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ കൺഫ്യൂഷൻ വരുന്നത്, ഒരു സ്റ്റേറ്റ് സിലബസിലേക്ക് വരുമ്പോൾ +1-ഉം +2-ലും എക്സാം ഉണ്ട്, മാർക്കുണ്ട്. CBSE-യിലാണ് +2 മാത്രമേ ഉള്ളൂ. ശരിക്കും +1-ലെ മാർക്കിന് വിലയുണ്ടോ? +1-ലെ മാർക്ക് പരിഗണിക്കുന്നേ ഇല്ല. അതായത് +2 എന്ന് പറഞ്ഞാൽ 12ാം വർഷത്തെ മാർക്ക് മാത്രമേ ഉദ്ദേശിക്കുന്നു. കാരണം നമുക്കറിയാം സ്റ്റേറ്റ് സിലബസ് മാത്രമേ ഒരു പബ്ലിക് എക്സാം +1-ൽ ഉള്ളൂ. പല വിദ്യാർത്ഥികൾ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് സംശയം, +1 ആണോ +2 ആണോ, ഏത് അപ്ലോഡ് ചെയ്യുക? മാർക്ക് എന്ന് പറയുമ്പോൾ അത് തിയറി ഉണ്ട്, ഇന്റേൺ CE മാർക്കുണ്ട്, ലാബ് ഉണ്ട്, എല്ലാം കൂടെ കൂട്ടിയാണ് 120 മാർക്കാണ് ഇവർക്ക് എടുക്കുന്നത് അല്ലേ? അതെ, 120-ലുള്ളത് അത് 100-ലേക്ക് മാറ്റി. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൊത്തം 150 ക്വസ്റ്റ്യനാ വരുന്നത്. അതായത് മാത്തമാറ്റിക്സിന്റെ 75 ക്വസ്റ്റ്യൻ, ഫിസിക്സ് 45 ക്വസ്റ്റ്യനും കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻ, അങ്ങനെ 150 ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ -1 600-ലാണ് മാർക്ക്. ഈ 600 കിട്ടുന്ന മാർക്ക് 300-ലേക്ക് നോർമലൈസ് ചെയ്യും. ആ 300-ല് മിനിമം 10 മാർക്കെങ്കിലും നേടുന്ന കുട്ടി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കും. 300-ൽ 10 മാർക്ക് മതി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ 10 മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം പോലും വളരെ കുറവാണ്. അതായത് അതുപോലും കിട്ടാത്തവർ ഒത്തിരി ഉണ്ട്. അതെ, നമ്മുടെ ഒരു 20-25% കുട്ടികൾക്ക് അതുപോലും വാങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ മാർക്കിന്റെ കൂടെ തന്നെ
നമ്മുടെ +2 മാർക്കും അതെ. നമ്മുടെ ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സിന് മാത്സും കൂടെ 300ലേക്ക് 120 വീതമാണ്, അത് 300ലാക്കി അറുപതിലുള്ള മാർക്ക് 300ലാക്കി അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആദ്യം നടക്കും. ആ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റുകാരെ സംബന്ധിച്ച് 27 മാർക്കിന്റെ ഒരു ലോസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റാൻഡർഡൈസേഷന് ശേഷം ഓരോ ബോർഡിന്റെയും മാർക്ക് നിശ്ചയിച്ച് അത് ഓരോ ബോർഡിലും കിട്ടിയ ഡിഫറൻസുകൾ ഉണ്ടാവും. ഈ വർഷവും എന്താ നമുക്കറിയില്ല. അപ്പൊ ആ മാർക്കും പിന്നെ ഈ നമ്മുടെ കീമിന്റെ എൻട്രൻസിന്റെ മാർക്ക് കൂടെ കൂട്ടി ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. സാർ, ഈ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം കഴിഞ്ഞ വർഷം 2024 കീമിന്റെ പ്രൊസീജിയറും ഈ ഒരു കീമിന്റെ പ്രൊസീജിയറും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് കാര്യമായ മാറ്റങ്ങൾ പറയാനില്ല അല്ലെ സാറേ? എനിക്ക് കാര്യമായ മാറ്റങ്ങൾ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ബിഫാമിന്റെ കാര്യത്തിലാണ്. ബിഫാമിന് +2 മാർക്ക് എടുക്കുന്നില്ല, +2 മാർക്ക് എടുക്കുന്നില്ല രീതിയിലേക്ക് വന്നു. ബിഫാമിന് വേണ്ടി ഒരു എൻട്രൻസ് 90 മിനിറ്റ് 1.5 മണിക്കൂർ എൻട്രൻസ്, അത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ 45, ഫിസിക്സ് 30 75 ക്വസ്റ്റ്യൻ കൊടുത്തുകൊണ്ട് ഒരു 90 മിനിറ്റ് എക്സാം ബിഫാമിനുണ്ട്, സെപ്പറേറ്റ് എക്സാം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മളിങ്ങനെ പറയുമെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ സ്റ്റാൻഡർഡൈസേഷന്റെ ആ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. സാറ് പറഞ്ഞ പോലെ 27 മാർക്ക് സ്റ്റേറ്റ് സിലബസിന് കുറഞ്ഞപ്പോൾ CBSE സിലബസിന് കിട്ടിയതിൽ 8 മാർക്ക് കൂടുകയുണ്ട്. അപ്പോൾ ഒരു 35 മാർക്കിന്റെ വേരിയേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അധികാരികൾ വേണ്ട രീതിയിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു പഠനം നടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും മാറ്റം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അത് ആ ഒരു റാങ്ക് ഒക്കെ വരുന്ന സമയത്തേനെ നോർമലൈസേഷൻ കാര്യങ്ങൾ ഉണ്ടെന്നാണ് ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്നത്. സാർ, ബിനോയ് സാറാണ് എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം കേരളത്തിലെ 100% നേടിയ 6 വിദ്യാർത്ഥികളും പല ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ റാങ്ക് വരുമ്പം ഏകദേശം കീം 1ാം റാങ്ക് മുതൽ 60-80 വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു വിദ്യാർത്ഥി ഈ പറയുന്ന സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു എന്നതിന്റെ പേരിലാണ് ആ ഒരു വിവേചനം നേരിടേണ്ടി വരുന്നത്. സാർ, ശരിക്കും ഇങ്ങനെ ഒരു വിവേചനം ഒഴിവാക്കണമെങ്കിൽ സാർ ഇപ്പം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്, സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്താലായിരിക്കും ഗവൺമെന്റിന് ഈ ഒരു പ്രശ്നം, അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു ഈക്വൽ റൈറ്റ്സിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? എൻട്രൻസിനെ ബേസ് ചെയ്ത് മാത്രമാക്കുക എന്നുള്ളതാണ്. എൻട്രൻസ് മാത്രമാക്കുക, +2 മാർക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യുക. അതായത് അപ്പം വിദ്യാർത്ഥികൾ +2 മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതായത് +2 കൂടെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ഒരു പൂർണ്ണമായ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എഫക്റ്റീവ് ആകുമെന്ന് സാർ കരുതുന്നുണ്ട്? ഇല്ല, അതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ വന്നിരിക്കുന്ന പ്രശ്നം. അതിന് മുമ്പിലത്തെ വർഷം ഒക്കെ വന്ന പ്രശ്നം അതാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ബാക്കിയുള്ള എൻട്രൻസ് നോക്കിക്കഴിഞ്ഞാൽ, JEE മെയിൻ നോക്കിക്കഴിഞ്ഞാലും ബാക്കി JEE അഡ്വാൻസ്, കുസാറ്റ്, ബാക്കി ഏത് എൻട്രൻസ് എടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് എൻട്രൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു മിനിമം കട്ട് ഓഫ് മാർക്ക് +2 മതി. ഇപ്പൊ JEE സംബന്ധിച്ചാണ് 75% മാർക്ക് എന്നുള്ളൊരു കട്ട് ഓഫ് ആണ് JEE അഡ്വാൻസിനൊക്കെ വരുന്നുള്ളൂ. അതേ രീതിയിൽ ഒരു മിനിമം കട്ട് ഓഫ് ഇവിടെ ഉണ്ടല്ലോ, അല്ലെ? 45% മാർക്കാണ് വെച്ചിരിക്കുന്നത്. ആ കട്ട് ഓഫ് വെച്ചുകൊണ്ട് എൻട്രൻസിനെ ബേസ് ചെയ്ത് മാത്രമാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളില്ലെന്നാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈക്വൽ അവകാശങ്ങൾ കിട്ടണമെങ്കിൽ എൻട്രൻസിനെ ബേസ് ചെയ്ത് മാത്രം ഓൾ ഇന്ത്യ തലത്തിൽ പരീക്ഷിച്ച ഒറ്റ തവണ മാത്രം അവർ പരീക്ഷിച്ചുള്ളൂ, പരാജയപ്പെട്ടു. കേരളം ഇതുവരെ തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടില്ല. സാർ, ഇനി അതോടൊപ്പം ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കേരള എഞ്ചിനീയറിംഗിൽ, അതായത് കേരളത്തിലെ ബിടെക് കോളേജുകളിൽ പഠിക്കണമെങ്കിൽ കീം എഴുതണം. സാർ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോളേജുകൾ, എത്ര സീറ്റുകളുണ്ട്? ഒരു ചെറിയൊരു ഔട്ട്ലൈനിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറഞ്ഞാൽ CET ആണല്ലോ. CET തൊട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഗവൺമെന്റ് കോളേജ് തൃശ്ശൂര്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജും കൂടെ ഒരു 12 കോളേജുണ്ട്. CET, TKM, പിന്നെ തൃശ്ശൂര്, MA കോളേജ് കോതമംഗലം, NSS പാലക്കാട്, RIT പാമ്പാടി തുടങ്ങിയ കോളേജുകൾ 9 ഗവൺമെന്റ് കോളേജും എയ്ഡഡ് കോളേജും 3 കൂടെ കൂട്ടി 12 കോളേജുണ്ട്. പിന്നെ ഒരു 25-ൽ പരം സെമി ഗവൺമെന്റ് കോളേജുണ്ട്. IHRD, LBS, യൂണിവേഴ്സിറ്റി, കോപ്പറേറ്റീവിന്റെ കോളേജുകൾ, പിന്നെ 100-ൽ പരം സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 45,000-ഓളം സീറ്റുകളാണ് നമുക്കുള്ളത്. ശരിക്കും എത്രമാത്രം സീറ്റുകൾ ഫില്ല് ആവുന്നുണ്ട്? ഒരു ബിടെക് കാറ്റഗറി 20,000 ഒരു പകുതി കൂടുതൽ സീറ്റുകൾ പലപ്പോഴും വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. സാർ, ശരിക്കും എന്താണ് മലയാളികൾക്ക് ഇത്രയും നല്ല കോളേജുകൾ ഇവിടെ ഉണ്ട്, എന്നാലും പക്ഷെ അവര് ഇത്രയും കുറഞ്ഞ ഫീസും കൂടെ ഉൾപ്പെടെ ഉള്ളപ്പം ഈ പറയുന്ന മറ്റ് VITയും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയ പാക്കേജ് വിദ്യാർത്ഥി തിരഞ്ഞെടുക്കുന്നു? എന്തായിരിക്കും അതിനുള്ളൊരു കാരണം? എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ആ കോഴ്സ് 4 വർഷത്തെ ഒരു കോഴ്സ് പാസ്സായിട്ട് കിട്ടുന്ന ജോലിയല്ല, അല്ലെങ്കിൽ ആ കോഴ്സ് പാസ്സാകുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ആപ്ലിക്കന്റിന് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് കഴിയുമെങ്കിൽ മാത്രമേ അവന് എംപ്ലോയബിലിറ്റി ഉള്ളൂ. ആ ഒരു എംപ്ലോയബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് തിയറി മാത്രം അത്
മക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പോഷർ, ഇൻഫ്രാസ്ട്രക്ചറും സ്കിൽ ഡെവലപ്മെന്റിനുള്ള സാധ്യതകളും നല്ല രീതിയിലുള്ള കോളേജുകൾ, അത് ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും, പല പ്രൈവറ്റ് കോളേജിലും ഫുൾ ബാച്ച് ഫില്ല് ചെയ്യുന്ന പ്രൈവറ്റ് കോളേജുകളുണ്ട്, നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന ഒരു 10 കോളേജുകൾ പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ഏകദേശം ഐഡിയ റഫായിട്ട് ARF റേറ്റിംഗ് വന്നു. അതിനകത്ത് നമുക്ക് ഗവൺമെന്റ് മേഖലയിൽ സാർ ഇപ്പൊ പറഞ്ഞ ഗവൺമെന്റ് എയ്ഡഡ് പറഞ്ഞ കോളേജ് എല്ലാം ഉണ്ട്. പിന്നെ ഓട്ടോണമസ് ആയിട്ട് പ്രൈവറ്റ് മേഖലയിൽ വന്ന കോളേജസ് എല്ലാം തന്നെ കോളേജിന്റെ റേറ്റിംഗ് എടുത്ത 5 ഗവൺമെന്റും 5 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാണ് വന്നിരിക്കുന്നത്. സാർ അതുപോലെ തന്നെ ഈ ഒരു എക്സാം എഴുതുന്നതിൽ അല്ലെങ്കിൽ എഴുതുന്നവരെല്ലാം തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും കൂടുതൽ വിദ്യാർത്ഥികൾ വളരെ കൃത്യതയോടെ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് നീറ്റിലേക്കാണ്. നീറ്റ് 2025 എഴുതുന്നുണ്ട്, ആപ്ലിക്കേഷൻ ആ ഒരു നടപടികളുണ്ട്. അതുകൂടാതെ അതായത് മെഡിക്കൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതും ബാക്കി ഡോക്യുമെന്റ്സും എന്തൊക്കെയാണ് മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ കീമിന് വേണ്ടി രജിസ്ട്രേഷൻ ആരംഭിച്ചു, സാറ് പറഞ്ഞ പോലെ. ഇപ്പോൾ 20 തീയതി ഫെബ്രുവരി 20 ആരംഭിച്ചു, മാർച്ച് 10 വരെയാണ് രജിസ്ട്രേഷൻ. ഒരു 5 ദിവസം കൂടെ നമുക്ക് ചില സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സമയം തന്നിട്ടുണ്ട്. ഞാൻ ചില സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ കാരണം മറ്റു ചിലത് നിർബന്ധമായിട്ടും ഈ 10-ാം തീയതിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കണം. റിസർവേഷൻ്റെ ഒക്കെയാണ് പിന്നീട്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ 10-ാം തീയതിക്ക് മുമ്പ് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 100 KB താഴെയുള്ള JPEG ഫോർമാറ്റിലുള്ള ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കൃത്യമായിട്ട് നോക്കിയ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചർ, അതും 100 KB തന്നെയാണ്, അതിന് താഴെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു. അത് രണ്ടും പ്രധാനപ്പെട്ട. ബ്ലൂ ഇങ്ക് വേണം, ബ്ലാക്ക് ഇങ്ക് വേണം, അങ്ങനെ ഇങ്ക് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ ബ്ലൂ ഓർ ബ്ലാക്ക് ആണല്ലോ അത് പറഞ്ഞു. പിന്നെ നമ്മുടെ SSLC അല്ലെങ്കിൽ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ്, അപ്പോൾ അത് CBSE ആണ്, അതിന്റെ ISE ആണെങ്കിൽ അത്, SLC ആണെങ്കിൽ അത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമ്മുടെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. കാരണം മാക്സിമം നമ്മൾ ഏജ് പറയുന്നില്ല, നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല ഏജ് എത്രയാണെങ്കിലും, പക്ഷെ മിനിമം ഏജ് 17 വയസ്സ്. അതായത് ഈ 2025 ഡിസംബർ 31 മുമ്പ് 17 വയസ്സ് ആകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് മിനിമം ഏജ് വേണം. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള പ്രൂഫ് കൊടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സോഴ്സുകൾ നമുക്കുണ്ട്, കുട്ടിക്കുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ നേറ്റിവിറ്റി, കുട്ടി കേരളൈറ്റ് ആണ് എന്നുള്ളത് തെളിയിക്കാൻ. ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വെച്ചാലാണ് ഒരു നേറ്റിവിറ്റി? അതോ അപ്പോൾ ഈ SSLC ആണ്, SSLC പാസ്സായ കുട്ടിയെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. അവന് ഈ നേറ്റിവിറ്റിക്കും ഡേറ്റ് ഓഫ് ബർത്തിനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റും വേണമെന്ന് പറഞ്ഞു. ഇത് മൂന്നും കൂടെ ഒന്ന് മതിയാവും. കാരണം SLC സർട്ടിഫിക്കറ്റില് പ്ലേസ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. അപ്പം ഓക്കെ, ആ ഒറ്റ സർട്ടിഫിക്കറ്റ് ആ കാര്യം തീർന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ഫോട്ടോയും സിഗ്നേച്ചറുടെ മതിയാവും. അതേസമയം CBSEയിലോ ISEയിലോ ഒക്കെ പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് പലത് വരാം. നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, വില്ലേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ആകാം, പിന്നെ അക്ഷയ വഴി എടുക്കാവുന്ന സർട്ടിഫിക്കറ്റ് ആകാം. അങ്ങനെയുള്ള എന്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഇതെല്ലാം നമ്മൾ കേരളൈറ്റ് എന്നുള്ളതാണ്. നമ്മൾ കേരളൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി തന്നെ കേരളൈറ്റ് ആയിരിക്കണമെന്നില്ല. കുട്ടി കേരളത്തിൽ ജനിച്ചു എന്ന് നിർബന്ധമുള്ള കാര്യമല്ല. കുട്ടിയുടെ പേരൻസ് ആരെങ്കിലുമോ കേരളത്തിൽ ജനിച്ചാൽ മതി. അപ്പോൾ കുട്ടിയുടെ പാസ്പോർട്ട് വേണം ഉപയോഗിക്കാം കേരളത്തിൽ ജനിച്ചാണെങ്കിൽ, ഈ സർട്ടിഫിക്കറ്റിന് പകരം കേരളൈറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഇനി അതല്ല, പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് ഉപയോഗിക്കാം. അവരുടെ SLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്ലേസ് ഓഫ് ബർത്ത് കാണും. ഇനി അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അതാ വിചാരിക്കുന്നത്, കുട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവോ മാതാവോ ആരെങ്കിലും ഒരാൾ കേരളൈറ്റ് ആണ് എന്ന് തെളിയിച്ചാൽ മതി. ഈവൻ അവസാനം നമുക്ക് അതിനകത്ത് അപ്പൻഡിക്സിൽ പറയുന്നുണ്ട്, നമുക്ക് അതിന്റെ ഫോമാറ്റും തരുന്നുണ്ട്. വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വരെ പ്രൊവൈഡ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഏത് സർട്ടിഫിക്കറ്റും എടുക്കാവുന്നതാണ്. അപ്പം നേറ്റിവിറ്റിയുടെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. പിന്നെ നോൺ കേരളൈറ്റ് 2 കാറ്റഗറി ഉണ്ട്, 1 ഉണ്ട് 2 ഉണ്ട്. 1 എന്ന് പറയുന്നത് കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്, ഉദാഹരണം പറഞ്ഞാൽ 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിച്ചതോ 5 വർഷമായിട്ട് താമസിക്കുന്നതോ സ്ഥിരമായിട്ട് താമസിക്കുന്നതോ ആയിട്ടുള്ള ആളുകൾ. അപ്പം അവർക്ക് വേണ്ടത് ഒന്നുകിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതാണ് നോൺ കേരളൈറ്റ്. പിന്നെ നോൺ കേരളൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അവർക്ക് ഗവൺമെന്റ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും അഡ്മിഷൻ കിട്ടുമെങ്കിലും യാതൊരു കമ്മ്യൂണിറ്റി റിസർവേഷൻ അവർക്ക് കിട്ടില്ല എന്നൊരു പ്രോബ്ലം ഉണ്ട്. കേരളൈറ്റിന് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി
റിസർവേഷൻ വേണമെങ്കിൽ 1, 2, 3 റിസർവേഷൻ ഏതാണോ എലിജിബിലിറ്റി ഉള്ളത് പലത് കിട്ടും. അതിനുള്ള റിക്വയർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോൺ കേരളൈറ്റ് 2 എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ആ 2 കാറ്റഗറിയിൽ +1, +2 മാത്രം കേരളത്തിൽ പഠിച്ചിട്ടുള്ളവർ, അത് ആ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അവർക്കൊരു കുഴപ്പം, അവർക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ NRIസിനുണ്ട്. NRIസും ഈ സമയത്ത് തന്നെ ചെയ്യണം. നമുക്ക് NRIസ് പ്രത്യേകം ശ്രദ്ധിക്കുന്ന മെഡിക്കലിലായിരിക്കും. മെഡിക്കൽ സീറ്റ് 15% സീറ്റ് NRI കോട്ട ഉണ്ടല്ലോ. അപ്പോൾ അത് പിതാവോ മാതാവോ രക്തബന്ധത്തിലുള്ള ആരെങ്കിലുമോ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാണ് ആ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അതിന് വേണ്ട. അത് വില്ലേജ് ഓഫീസർ ചെയ്യുന്നു, അത് മേടിക്കണം. അതോടൊപ്പം തന്നെ അവർ അബ്രോഡ് ആണെങ്കിൽ, നിലവിൽ അബ്രോഡ് ആണെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ അവരുടെ സ്പോൺസർഷിപ്പ് എഴുതി അത് എംബസിയിൽ നിന്ന് സൈൻ ചെയ്യിക്കണം. അവർ നാട്ടിലുണ്ടെങ്കിൽ ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്താൽ മതി. അത് അബ്രോഡ് ആണെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യേണ്ടത്. സാർ, ഇതുവരെയുള്ള സമയങ്ങളിൽ നമ്മൾ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, മെഡിക്കലിലെ പല കോഴ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു കോഴ്സായിട്ട് ഇന്ന് ആർക്കിടെക്ചർ മാറിയിരിക്കുകയാണ്. സാർ, കേരളത്തിലെ പ്രശസ്തമായ കോളേജുകളിൽ BArchന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവരും കീം അപ്ലൈ ചെയ്യണോ? ഒരു കീം മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അതോടൊപ്പം തന്നെ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഡ്രോയിങ്ങും ആപ്റ്റിറ്റ്യൂഡും എല്ലാം ചേർന്നൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് നിർബന്ധമായിട്ടും എഴുതി ക്വാളിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ +2 മാർക്ക് കൂടെ മെർജ് ചെയ്താണ് അവർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനെ ബേസ് ചെയ്താണ് കേരളത്തിലുള്ള കോളേജുകളിൽ ആർക്കിടെക്ചറിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിർബന്ധമായിട്ട് എഴുതണം. 3 എക്സാം ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എഴുതണം. 3 എഴുതിയാലും കുഴപ്പമില്ല, ബെസ്റ്റാണ് എടുക്കുന്നത്. അതായത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കീം 2025 രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, അലൈഡ് മെഡിക്കൽ എല്ലാം, പാരാമെഡിക്കൽ ഒഴിച്ച്, അതായത് BSc നഴ്സിംഗും മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ ഒഴിച്ചുള്ള വേറെ ഏതെങ്കിലും പ്രോഗ്രാം, അതുപോലെ ബിഫാം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രോഗ്രാമിന് കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാർച്ച് 10 മുമ്പ് കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സാർ, ഇനി അത് ഓരോ വർഷത്തെ കീമിന്റെ റിസൾട്ട് വരുമ്പോഴത്തേനും ടോപ്പ് ആരാണ്, ആദ്യ 10 എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ആദ്യ 100 എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗവും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. അതായത് ഒരു പക്ഷെ ആദ്യമായിട്ട് കീമിനെ കുറിച്ച് കേൾക്കുന്ന, അല്ലെങ്കിൽ കീമിന് ഇനിയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. സാർ 25 വർഷമായി പല ബ്രില്യൻ സ്റ്റഡി സെന്ററിലുണ്ട്, എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. സാർ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് സാർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? കീമിന് വേണ്ടി പഠിക്കണം, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ്, ഈ 3 കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ പഠിച്ചാൽ കീമിന് കിട്ടാം? ഏതൊക്കെയാണ് അതിന്റെ ഒരു സാഹചര്യം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ +2 എഴുതുന്ന കുട്ടികളുണ്ടല്ലോ, ബോർഡ് ഫ്രഷേഴ്സ് എന്ന് പറയുന്ന +2 ജസ്റ്റ് ഇപ്പം എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ച് മാർച്ച് 19 എക്സാമിനേഷൻ തീരും. പിന്നെ ഏകദേശം 1 മാസത്തെ സമയമാണ് അവർക്ക് കിട്ടുന്നത്. ഏപ്രിൽ 24 വരെ 1 മാസത്തെ സമയമാണ് കിട്ടുന്നത്. ആ സമയത്ത് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ എഴുതി NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നത്. നമുക്കറിയാം +1 +2 ക്വസ്റ്റ്യൻസും ഉണ്ട് ഒരേ രീതിയിൽ, വലിയ വ്യത്യാസവും ഇല്ല. ക്വസ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ +1 +2 ആവശ്യമുണ്ട്. സാർ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരു താരതമ്യം ചെയ്യുവാണെങ്കിൽ ജെയ്മെയിൻ ഉണ്ട്, കീം ഉണ്ട്, ഗുസാറ്റ് ഉണ്ട്, എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പാറ്റേണിന്റെ വ്യത്യാസം? ലെവല് വ്യത്യാസമുണ്ട് ക്വസ്റ്റിനില്. കാരണം ജെയ്മെയിനെ സംബന്ധിച്ച് 3 മണിക്കൂറിന് 75 ക്വസ്റ്റിനേ ഉള്ളൂ. കീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 മണിക്കൂറിന് 150 ക്വസ്റ്റൻ ഉണ്ട്. കുസാറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 മണിക്കൂറിന് 225 ക്വസ്റ്റൻ ആണ്. അന്നേരം പക്ഷേ ക്വസ്റ്റിന്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയിൽ വ്യത്യാസം ഉണ്ട് താനും. 3 മണിക്കൂറിന്റെ പരീക്ഷയ്ക്ക് 3 നോക്കിയേ 75 ക്വസ്റ്റിന്, 150 ക്വസ്റ്റിന്, 225 ക്വസ്റ്റിന്. ഒരു ആവറേജ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷ ആവറേജ് കാറ്റഗറി ക്വസ്റ്റ്യൻസും എല്ലാം അതിന്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ടല്ലോ. കഴിഞ്ഞ 1-2 വർഷമായിട്ട് അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. കീമിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ ആർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ 5 സെറ്റ് ക്വസ്റ്റൻ ഉണ്ട്. നേരത്തെ കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ 1 സെറ്റ് ക്വസ്റ്റൻ ആയിരുന്നല്ലോ. കഴിഞ്ഞ വർഷം തൊട്ട് എക്സാം ഓൺലൈൻ ആക്കി. അന്നേരം കഴിഞ്ഞ വർഷം 5 ദിവസമാണ് പരീക്ഷ നടന്ന് 5 സെറ്റ് ക്വസ്റ്റൻ ഉണ്ട്. അത് നമ്മൾ ഏകദേശം ഒന്ന് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. സ്കൂളിൽ കുറച്ചും കൂടെ തിയറിറ്റിക്കൽ അപ്രോച്ചിലാണല്ലോ പഠിച്ചത്. ഇവിടെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലോ നമുക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് സമയബന്ധിതമായിട്ട് ടൈം ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാർ, ഇപ്പം കീം 2025 കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം തന്നെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഒരു ബേസിക് ഐഡിയ ഉള്ള വിദ്യാർത്ഥികളുണ്ട്, ഒരുപക്ഷെ ഇനി മുതൽ ആലോചിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സാർ, അവർക്ക് വേണ്ടി, ആ ഒരു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാഷ് കോഴ്സും അതുപോലെ തന്നെ ബ്രില്യൻ ടെസ്റ്റ് സീരീസുമാണ്. BTS എന്ന് പറഞ്ഞാൽ ബ്രില്യൻ ടെസ്റ്റ് സീരീസുമാണ്.
അപ്പോൾ ക്രാഷ് കോഴ്സ് ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം ഓഫ്ലൈനായിട്ട് നമ്മളായിട്ട് 10-35 സെന്ററുകളിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. +2 എക്സാമിനേഷൻ കഴിയുന്ന സമയത്ത് തന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. ഇനിയുള്ളൊരു 3 മാസം അല്ലെങ്കിൽ ആ ഒരു സമയത്തോടു കൂടി പഠിച്ചാൽ ഒരു നല്ല റാങ്ക് കീമിന് പ്രതീക്ഷിക്കാൻ പറ്റും. +2 മാർക്കും 2 കൂടെ മെർജ് ചെയ്താണല്ലോ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അന്നേരം ഇനിയുള്ള സമയത്ത് നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് സീരീസ് ആണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് നിരവധി മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ടെസ്റ്റ് സീരീസ് നൽകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചെയ്താലും നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. 1.5 മാസമൊക്കെ ഉള്ളൂ, എന്നാലും ആ ഒരു സമയം ആ ടൈം ലിമിറ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കീം 2025 അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, ഏതൊക്കെ ഫോർമാറ്റിൽ വേണം, ചിലർ പറയും ലേറ്റസ്റ്റ് വേണം, ചിലർ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പറയും 6 മാസത്തിന് മുമ്പുള്ളത് പാടില്ല. സർ, എന്താണ് ശരിക്കും അതിന്റെ ഒരു സിറ്റുവേഷൻ? ഫോട്ടോ അത് നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട്, 6 മാസത്തിന് മുമ്പുള്ളത് പാടില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഫോട്ടോയും സിഗ്നേച്ചറും ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി അത് മാർച്ച് 10 മുമ്പ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം. രണ്ടാമത് നമുക്ക് മാർച്ച് 15 ഒരു 5 ദിവസം കൂടെ തന്നിട്ടുണ്ട്. ആ മാർച്ച് 15 മുമ്പ് നമ്മൾ കുട്ടി എലിജിബിൾ ആയിട്ടുള്ള റിസർവേഷനോ അല്ലെങ്കിൽ ഫീസ് റിഡക്ഷനോ ഫീ എക്സംഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും സംഘടിപ്പിച്ചിരിക്കണം. അപ്പോൾ അതിൽ തഹസീൽദാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് ഗവൺമെന്റിലായിക്കോട്ടെ പ്രൈവറ്റിലായിക്കോട്ടെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ ഫുൾ ഫീ എക്സംഷൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ തഹസീൽദാരുടെ കയ്യിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അത് മെഡിക്കലും എഞ്ചിനീയറിംഗും വരുന്നുണ്ട്. അവർ മൈനോറിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് അക്ഷയ വഴി അവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കാൻ പറ്റും. EWS സർട്ടിഫിക്കറ്റ് ഒരുപാട് കുട്ടികൾക്ക് ഓപ്ഷനുള്ള ഒരു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കാർ EWS വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ച് ഉള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. അത് നമ്മുടെ കീമിൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്, സൈറ്റിലുണ്ടാവും. അപ്പോൾ അത് കൊടുത്തിട്ട് അത് വില്ലേജ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ OBC NCL ആ ഒരു കാറ്റഗറി വരുന്നവർ അങ്ങനെ. ഇനി OEC ആണെങ്കിൽ OEC തന്നെ പലതുണ്ട്. OECയിൽ 6 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് ഫീ എക്സംഷൻ ഉണ്ട്. അപ്പോൾ അവർ അത് സംഘടിപ്പിക്കേണ്ടി വരും. പിന്നെ വിമുക്ത ഭടന്മാരുടെ മക്കളുണ്ടെങ്കിൽ അവർക്ക് ആ സൈനിക ക്ഷേമ ബോഡി എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ യുദ്ധത്തിൽ മരിച്ച ഭടന്മാരുടേത് മക്കളുണ്ടെങ്കിൽ അവർക്ക് അത് ഏത് വിഭാഗത്തിലുണ്ടായിരുന്നു അതിൻ്റെ കമാൻഡറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ ഫിഷർമാൻ്റെ മക്കൾക്ക് ഫിഷറീസ് പ്രോഗ്രാമിന് റിസർവേഷൻ ഉണ്ട്. അപ്പം അവരുടെ വെൽഫെയർ ബോഡി എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ അഗ്രികൾച്ചറിസ്റ്റ് കൃഷിക്കാരുടെ മക്കൾക്ക് വെറ്റിനറിക്ക് പോലെ അഗ്രികൾച്ചർ പ്രോഗ്രാമിന് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് അവർ വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയാണ്, അതുപോലെ MBBS BSc നഴ്സിംഗ് പഠിച്ച കുട്ടികൾക്ക് ഗവൺമെൻറ് ഒരു സീറ്റ് MBBS ഉണ്ട്. അപ്പോൾ അത് കേരളത്തിലെ പഠിച്ചെന്നുള്ളതും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുള്ള കേരളത്തിൽ പഠിച്ചായിരിക്കണം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഓരോരുത്തരും നോക്കേണ്ടത് എനിക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന, അപ്പം വീട്ടിലിരുന്ന് കുട്ടി ഫാമിലി അവരൊരു ഡിസ്കഷൻ വളരെ നല്ലതായിരിക്കും. കിട്ടാവുന്ന റിസർവേഷന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവേഷനോ ഇനി അല്ലെങ്കിൽ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ, ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടുമ്പോൾ AICTE തന്നെ പറയുന്നുണ്ട്, ഒരു ബാച്ചിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 60 കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് 5% ഫീ വേവിയർ കൊടുക്കുന്നുണ്ട്. അത് ഏക മാനദണ്ഡം ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ വരുമാനം ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഇൻകം ഏറ്റവും കുറഞ്ഞ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് കാറ്റഗറിയിലൊക്കെ വരാം, ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാം എന്നുള്ള ഉടനെ തന്നെ അത് ചെയ്യേണ്ടി വരും. കാരണം മാർച്ച് 15 ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എക്സാം ആരംഭിക്കുകയാണ്. മാർച്ച് 3 എക്സാം തുടങ്ങിയാൽ 3 5 അതും ഫിസിക്സ് കെമിസ്ട്രി മാസൊക്കെയാണ് വരുന്നത്. അപ്പോൾ സമയമില്ല വരും. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ തന്നെ അവർ ഈ ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമോ നമുക്ക് പറയാൻ പറ്റിയല്ല ഡേറ്റ്. കാരണം മാർച്ച് 15 ഇത് ഏപ്രിൽ 24, 22, 24 എക്സാം നടത്തേണ്ടതാണ്. ഏപ്രിൽ 10 ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ ടൈം കാര്യമായിട്ടില്ല. ഇപ്പോൾ തന്നെ ചിലപ്പം താമസിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ നമുക്ക് പറയാം. അതൊന്നും അങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വേണ്ടത് എന്നാന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ ഇവരുടെ കീമിൻ്റെ സൈറ്റിൽ തന്നെ ഇപ്പോൾ എല്ലാ കുട്ടിയും
പരീക്ഷ എഴുതാനും എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കീം അതോറിറ്റീസ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്ക് കുട്ടികൾക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി പ്രൊഫൈൽ ചെക്ക് വെരിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരം കൊടുക്കും. ശരിയാണെന്നൊക്കെ നോക്കാൻ അവസരം കിട്ടും. അത് പലതവണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ടത് ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസ്കഷനൊക്കെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഏതിന് അപ്ലൈ ചെയ്യുന്നതും, ഇനി എഞ്ചിനീയറിങ്ങിന് മാത്രമാണോ അതോ ബിഫാമിടെ ആഗ്രഹിക്കുന്നുണ്ടോ, ഇനി മെഡിക്കൽ ഏതെങ്കിലും പ്രോഗ്രാം കിട്ടുന്നുണ്ട്, കിട്ടിയാൽ അത് പോകുന്നുണ്ടോ. അപ്പോൾ ഇത് ഫീസ് വ്യത്യാസമുണ്ട്. പ്രോഗ്രാമിൻ്റെ എണ്ണം കൂടുമ്പോൾ ആപ്ലിക്കേഷൻ ഫീ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 875 മുകളിലേക്ക് വരും ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ച്. അപ്പോൾ അത് ഫീസ് വ്യത്യാസം വരും. അപ്പോൾ ആ ഫീ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഒരു തീരുമാനത്തിലെത്തുക ഏതൊക്കെയാണ് എന്നുള്ളത്, അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് ഉടൻ തന്നെ താമസിക്കാതെ തന്നെ അത് ചെയ്ത് തീർക്കണം. കേരളത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കീം 2025 ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തന്നെയാണ്. ഏതൊക്കെ കോഴ്സുകൾക്ക്, ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ റിസർവേഷൻസ് കിട്ടും, ഏതൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം എന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും വളരെ സിമ്പിളായിട്ട് ബിനോയ് സാറും ജോബി സാറും എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഒരു ഇന്റർവ്യൂ വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും, കേരളത്തിലെ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഈ ഡീറ്റെയിൽസ് അറിഞ്ഞ് കീമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. സർ, ഈ ഒരു ഡിസ്കഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ജോബി സാർ, ബിനോയ് സാർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.